നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ടോപ്പ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ക്ലാസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പോയിന്റ്സും നിങ്ങൾ ഒരു ചെറിയൊരു കറണ്ട് അഫയേഴ്സിന്റെ ബുക്ക് റെഡിയാക്കി കാണുമല്ലോ അല്ലേ? എല്ലാ പോയിന്റ്സും അതിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. എക്സാം എടുക്കുമ്പോൾ റിവൈസ് ചെയ്തോളാം. പിന്നെ ഞാൻ ഈ എടുത്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഇട്ടിട്ടുണ്ട്. എക്സാം എടുക്കുമ്പോഴത്തേക്കുവേ ഓരോ ക്ലാസ് ആയിട്ട് എടുത്ത് നിങ്ങൾ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ക്ലാസ്സിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, അത് എന്നോട് കാണിക്കുന്ന ഒരു ഹെൽപ്പാണ്. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം. പിന്നെ കമന്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ഉണ്ടായിരിക്കുവേ. ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ലോക ചെസ് ഒളിമ്പിയാഡ് 2022 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 44ാമത് ലോക ചെസ് ഒളിമ്പിയാഡിന്റെ വേദി എവിടെയായിരുന്നു? ചതുരംഗത്തിന്റെ ജന്മദേശമായ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ തന്നെയായിരുന്നു ഇപ്രാവശ്യം ലോക ചെസ് ഒളിമ്പിയാഡ് നടന്നത്. ചതുരംഗത്തിന്റെ ജന്മദേശമായ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ചെസ് ഒളിമ്പിയാഡ് ഇത്തവണത്തെ ലോക ചെസ് ഒളിമ്പിയാഡ് ആയിരുന്നു. 2022 ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ ഒരു ഒളിമ്പിയാഡ് നടന്നത്. 44th ചെസ് ഒളിമ്പിയാഡ്. നോക്കാം. ഇപ്പൊ വേദി തന്നെ ആദ്യം നോക്കാം. ചെന്നൈ, തമിഴ്നാട്ടിലെ ചെന്നൈയിലെ മഹാബലിപുരം എന്ന പട്ടണത്തിലാണ് ഈ ഒരു ചെസ് ഒളിമ്പിയാഡ് നടന്നത്. മഹാബലിപുരത്തില് പൂഞ്ചേരിയിലെ 4 പോയിന്റ്സ് റിസോർട്ടിലാണ് ലോക ചെസ് ഒളിമ്പിയാഡ് 2022 നടന്നത്. അപ്പൊ വേദി തന്നെയാണ് ആദ്യത്തെ ചോദ്യം. തമിഴ്നാട്ടിലെ ചെന്നൈക്ക് അടുത്തുള്ള മഹാബലിപുരം എന്ന പട്ടണത്തിലാണ് നടന്നത്. മഹാബലിപുരം പൂഞ്ചേരിയിലെ 4 പോയിന്റ്സ് റിസോർട്ടിലാണ്. ആരാ ഉദ്ഘാടനം ചെയ്തേ? ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൂലൈ 28 ഈ ഒരു ചെസ് ഒളിമ്പിയാഡ് ഉദ്ഘാടനം ചെയ്തത്. ഈ ചെസ് ഒളിമ്പിയാഡിന്റെ ഭാഗ്യ ചിഹ്നം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുതിരയായിരുന്നു ഭാഗ്യ ചിഹ്നം. തമ്പി എന്ന കുതിരയായിരുന്നു ഭാഗ്യ ചിഹ്നം. വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് ലോകരാജ്യങ്ങളോട് കൈകൂപ്പി വണക്കം പറയുന്ന രീതിയിലാണ് ആ ഒരു ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത്. വണക്കം എന്ന് പറയുന്ന രീതിയിലാണ് ആ ഒരു ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത്. തമ്പി എന്ന കുതിരയാണ് ഭാഗ്യചിഹ്നം. ഈ 43ാമത് ചെസ് ഒളിമ്പിയാഡ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ജോർജിയയിൽ വെച്ചിട്ടാണ് 43ാമത് ചെസ് ഒളിമ്പിയാഡ് നടന്നത്. അന്നത്തെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ടൈ ഒക്കെ ധരിച്ച് മുടി സ്പൈക്ക് ചെയ്ത ഒരു ആമയായിരുന്നു 43ാമത്തെ ലോക ചെസ് ഒളിമ്പിയാഡിന്റെ ഭാഗ്യചിഹ്നം. ഇത്തവണ തമ്പി എന്ന കുതിരയാണ് ഭാഗ്യചിഹ്നം. അപ്പൊ ഈ 44ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ചെന്നൈ ആണെന്ന് പറഞ്ഞല്ലോ. ആദ്യം ഇവിടെ വെച്ചിട്ടല്ല നടത്താൻ തീരുമാനിച്ചിരുന്നത്. മോസ്കോയിൽ വെച്ചിട്ടായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഈ ഉക്രൈൻ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും വേദി അവിടുന്ന് മാറ്റി. ആരാ മാറ്റിയേ? ഫിഡെ, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഈ ഒരു വേദി മാറ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് വെക്കുമായിരുന്നു. ഇതാണ് ഇൻട്രൊഡക്ഷൻ. കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ചെസ് ഒളിമ്പിയാഡാണ് 2022 നടന്ന 44ാമത് ചെസ് ഒളിമ്പിയാഡ്. വേദി ചെന്നൈ മഹാബലിപുരം പൂഞ്ചേരി 4 പോയിന്റ് റിസോർട്ടിൽ വെച്ച് ജൂലൈ മാസം 28 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. വേദി എവിടെയായിരുന്നു? 4 പോയിന്റ്സ് റിസോർട്ടിലാണ്. തമ്പി എന്ന കുതിരയായിരുന്നു ഭാഗ്യചിഹ്നം. 43ാമത് ചെസ് ഒളിമ്പിയാഡ് ജോർജിയയിൽ വെച്ചിട്ടാണ് നടന്നത്. ടൈ ധരിച്ച് മുടി സ്പൈക്ക് ചെയ്ത ആമയായിരുന്നു അന്നത്തെ ഭാഗ്യചിഹ്നം. മോസ്കോയിൽ വെച്ചിട്ടാണ് നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ വേദി മാറ്റി ഇന്ത്യയിലേക്ക് ആക്കുകയായിരുന്നു. ഈ ചെസ് ഒളിമ്പിയാഡൊക്കെ നടത്തുന്ന ഉന്നത സമിതി ഏതാണ്? ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ്. ഫിഡെയാണ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ് ചെസ് ഒളിമ്പിയാഡ് സംഘടിപ്പിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്സ് നോക്കാം. അടുത്ത പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെപ്യൂട്ടി ചീഫ് ആർബിറ്റർ. ഈ 2022 നടന്ന 44ാമത് ലോക ചെസ് ഒളിമ്പിയാഡിന്റെ ഡെപ്യൂട്ടി ചീഫ് ആർബിറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു മലയാളിയായിരുന്നേ. അദ്ദേഹത്തിന്റെ പേര് ഗോപകുമാർ സുധാകരൻ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ തന്നെ ചെസ് ഒളിമ്പിയാഡിന്റെ ഡെപ്യൂട്ടി ചീഫ് ആർബിറ്റർ ആകുന്നത്. അതും ഒരു മലയാളി. അദ്ദേഹത്തിന്റെ പേരെന്തുവാ?
ഗോപകുമാർ സുധാകരൻ. ഗോപകുമാർ സുധാകരൻ ഓർത്തു വെച്ചോണേ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോപകുമാർ സുധാകരൻ. അടുത്തത്, ഈ ലോക ചെസ് ഒളിമ്പിയാഡിലെ മലയാളി സാന്നിധ്യം ആരൊക്കെയായിരുന്നു? നമ്മുടെ നിഹാൽ സരിൻ ഉണ്ടായിരുന്നു, അതുപോലെ SL നാരായണനും ഉണ്ടായിരുന്നു. SL നാരായണൻ, നിഹാൽ സരിൻ എന്നിവരാണ് ഇതിൽ പങ്കെടുത്ത മലയാളി ചുണക്കുട്ടികൾ, മലയാളികൾ. ഇനി കിരീടം നേടിയതോ? ലോക ചെസ് ഒളിമ്പിയാഡ് 2022 കിരീടം നേടിയത് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനാണ് കിരീടം നേടിയത്. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഉസ്ബെക്കിസ്ഥാനാണ് കിരീടം നേടിയത്. വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഉക്രൈനാണ്. വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഉക്രൈൻ. പിന്നെ കിരീടം നേടിയത് ഉസ്ബെക്കിസ്ഥാൻ, വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഉക്രൈൻ. ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യ ബി ടീമും വനിതാ വിഭാഗത്തിൽ ഇന്ത്യ എ ടീമിനും വെങ്കല മെഡലുകൾ കിട്ടി. ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യ ബി ടീമിനും വനിതാ വിഭാഗത്തിൽ ഇന്ത്യ എ ടീമിനും എന്ത് കിട്ടി? വെങ്കല മെഡലുകൾ കിട്ടി. വെങ്കല മെഡലുകൾ. ഇനി വ്യക്തിഗത വിഭാഗത്തിൽ നമ്മുടെ 2 പിള്ളേർക്ക് സ്വർണ്ണ മെഡൽ കിട്ടി. ആർക്കൊക്കെയാ? ഡി ഗുഗേഷിനും നിഹാൽ സരിനും. ഡി ഗുഗേഷിനും നിഹാൽ സരിനും വ്യക്തിഗത വിഭാഗത്തിൽ എന്ത് കിട്ടി? സ്വർണ്ണ മെഡൽ കിട്ടിയപ്പോൾ അർജുൻ എരിഗാസിക്ക് വെള്ളി മെഡലും ആർ പ്രഗ്രാനന്ദയ്ക്ക് വെങ്കല മെഡലുമാണ് ലഭിച്ചത്. വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഡി ഗുഗേഷ്, നിഹാൽ സരിൻ. അതുപോലെ വെള്ളി മെഡൽ നേടിയത് അർജുൻ എരിഗാസി, വെങ്കല മെഡൽ നേടിയത് ആർ പ്രഗ്രാനന്ദ. ഇനി വനിതാ വിഭാഗത്തിൽ കുറച്ച് പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില് വൈശാലി എന്ന കുട്ടിയെ ഓർക്കുക, വെങ്കല മെഡലാണ് കിട്ടിയത്. ഈ വൈശാലിയും ആർ പ്രജ്ഞാനന്ദയും സഹോദരങ്ങളാണ്. ആർ പ്രജ്ഞാനന്ദയും വൈശാലിയും സഹോദരങ്ങളാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്താ കിട്ടിയത്? വെങ്കല മെഡലാണ് കിട്ടിയത്. വെങ്കല മെഡലാണ് കിട്ടിയത്. ചെസ് ഒളിമ്പിയാഡിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന താരം ആരാണ്? ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് ചെസ് ഒളിമ്പിയാഡിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ഡി ഗുഗേഷ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കാം ചെസ് ഒളിമ്പിയാഡിനെ പറ്റി. ഇനി അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. കുറച്ച് പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. ഡോക്ടർ ജി ബൈജു. ആരാണ് ഡോക്ടർ ജി ബൈജു? 2023 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ഇദ്ദേഹമാണ്. ഡോക്ടർ ജി ബൈജു ആണ്. 2023 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. അപ്പൊ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാ? ഡോക്ടർ ജി ബൈജു ആണ്. അടുത്തതൊരു ബുക്കാണ്. മിഷേൽ ഒബാമ, ബരാക് ഒബാമയുടെ പത്നിയായ മിഷേൽ ഒബാമയുടെ ഒരു ബുക്ക് പുറത്തിറങ്ങി, ദ ലൈറ്റ് വി ക്യാരി. ദ ലൈറ്റ് വി ക്യാരി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മിഷേൽ ഒബാമ. മിഷേൽ ഒബാമ, ദ ലൈറ്റ് വി ക്യാരി. ഇപ്പൊ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാ? ഡോക്ടർ ജി ബൈജു. ഡോക്ടർ ജി ബൈജു. അടുത്തതൊരു വിയോഗമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിയോഗം. കലാമണ്ഡലം ദേവകി. PSC ഈ പേര് ചോദിച്ചിട്ടുണ്ട്. തുള്ളലുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കലാമണ്ഡലം ദേവകി. തുള്ളൽ കലാകാരിയാണ്. തുള്ളൽ കലയിലെ ആദ്യത്തെ വനിതയാണ് കലാമണ്ഡലം ദേവകി. അപ്പൊ ഈ ചോദ്യം ഇനിയും പ്രതീക്ഷിക്കാം. കലാമണ്ഡലം ദേവകി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ധന്യന്തുരി കലാക്ഷേത്രം. ധന്യന്തുരി കലാക്ഷേത്രം സ്ഥാപിച്ചത് ആര്? കലാമണ്ഡലം ദേവകിയാണ്. കലാമണ്ഡലം ദേവകി ഓർത്തിരിക്കാം. തുള്ളലുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് കലാമണ്ഡലം ദേവകി. ഇനി മിഥില മഖാനയ്ക്ക് 2022 ഓഗസ്റ്റിൽ ഭൗമ സൂചിക പദവി ലഭിച്ചു. ബീഹാറിലെ ഒരു ഉൽപ്പന്നമാണ് ഏത്? മിഥില മഖാന. താമരവിത്തില്ലേ, അതാണ്. താമരവിത്താണ് മിഥില മഖാന എന്ന് പറയുന്നത്. 2022 ഓഗസ്റ്റിൽ ഭൗമ സൂചിക പദവി ലഭിച്ച ബീഹാറിലെ ഉൽപ്പന്നമാണ് മിഥില മഖാന. താമരവിത്താണ്. GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. നാരായൺ ഒരു സാഹിത്യകാരനാണ്. ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹം 2022 ഓഗസ്റ്റിലാണ് അന്തരിച്ചത്. മലയരയൻ ഗോത്ര വിഭാഗത്തിന്റെ ജീവിതത്തെ തുറന്നു കാട്ടിയ, അവരുടെ ജീവിതവും പശ്ചാത്തലങ്ങളും ഒക്കെ പ്രമേയമാക്കി നിരവധി കഥകളും നോവലുകളും ഒക്കെ രചിച്ചിട്ടുള്ള പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് നാരായൺ ഒരു സാഹിത്യകാരനാണ്. മലയരയൻ ഗോത്ര വിഭാഗത്തിന്റെ ജീവിതവും
അവരുടെ സംസ്കാരവും ഒക്കെ ആസ്പദമാക്കി നിരവധി കഥകളും നോവലുകളും ഒക്കെ രചിച്ചിട്ടുള്ള സാഹിത്യകാരനായ നാരായൺ അന്തരിച്ചു. അപ്പൊ ഇത് രണ്ടും വിയോഗമാണ്, ഒന്ന് ഓർത്തേക്ക. കലാമണ്ഡലം ദേവകിയും നാരായണും. ഇനി ഏഞ്ചല മെർക്കൽ മുൻ ജർമ്മൻ ചാൻസലർ ആണ്. ഏഞ്ചല മെർക്കൽ 2022 യുനെസ്കോയുടെ സമാധാന പുരസ്കാരം ലഭിച്ച മുൻ ജർമ്മൻ ചാൻസലർ ആരാണ്? ഏഞ്ചല മെർക്കൽ ആണ്. ഏഞ്ചല മെർക്കൽ യുനെസ്കോയുടെ സമാധാന പുരസ്കാരം 2022 ലഭിച്ച ജർമ്മൻ ചാൻസലർ ആരാണ്? ഏഞ്ചല മെർക്കൽ ആണ്. ഇനി കേണി എന്നത് ഒരു ഹ്രസ്വചിത്രമാണ്. ഹ്രസ്വചിത്രം, ഷോർട്ട് ഫിലിം. അതായത് രാജ്യാന്തര ഹ്രസ്വമേളയിൽ, ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഹ്രസ്വമേളയിൽ അവതരിപ്പിക്കുന്ന മുള്ളുകുറുമരുടെ, വയനാട്ടിലെ മുള്ളുകുറുമരുടെ ജീവിതവും സംസ്കാരവും പ്രമേയമാക്കിയ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ആ ചിത്രത്തിന്റെ പേരാണ് കേണി എന്നത്. കേണി എന്നതൊരു ഷോർട്ട് ഫിലിം ആണ്. ഇതിന്റെ പ്രത്യേകത ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിച്ച വയനാട്ടിലെ ഗോത്ര വിഭാഗമായ മുള്ളുകുറുമരുടെ ജീവിതവും സംസ്കാരവും പ്രമേയമാക്കിയ ചിത്രമാണ് ഏത്? കേണി എന്നത്. കേണി. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ലോക ചെസ് ഒളിമ്പിയാഡ് വളരെ ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളാം. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.